നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. ഞാൻ ജയപ്രകാശ്. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള ഉത്സാഹം നിയമനത്തിന്റെ കാര്യത്തിൽ സർക്കാരില്ലെന്ന് കണക്കുകൾ സഹിതം പറയുകയാണ് മലയാള മനോരമ. കാലാവധി തീരാറായ റാങ്ക് ലിസ്റ്റുകളിൽ പോലും നിയമനം 40% താഴെയാണ്. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷമായി ഉയർത്താൻ ശിപാർശ ചെയ്തതും ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ 30,000 രൂപ വർദ്ധിപ്പിച്ചതും മിക്ക പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. തരം മാറ്റാനുള്ള ഭൂമി 25 സെന്റിൽ കൂടുതലെങ്കിൽ മുഴുവൻ സ്ഥലത്തിന്റെയും ഫീസ് ഈടാക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയതാണ് മറ്റൊരു പ്രധാന വാർത്ത. പത്രവാർത്തകൾ നോക്കാം വിശദമായി. ആദ്യം മലയാള മനോരമയിലേക്ക് തന്നെ പോകാം. പ്രഹസനമാണ് PSC എന്നാണ് പ്രധാന തലക്കെട്ട്. നിയമനം PSCയും സർക്കാരും ഒത്തുകളിക്കുന്നു എന്ന് ചോദ്യം. കാലാവധി തീരാറായ റാങ്ക് ലിസ്റ്റുകളിൽ പോലും നിയമനം 30 മുതൽ 40% വരെ മാത്രം. തിരുവനന്തപുരം. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള ഉത്സാഹം സുപ്രധാന റാങ്ക് പട്ടികകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിനില്ല. ഏപ്രിൽ 14 കാലാവധി തീരുന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% പേർക്കു മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചത്. ജൂലൈ 17 കാലാവധി തീരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ലിസ്റ്റിൽ 40%, ജൂലൈ 31 കാലാവധി തീരുന്ന LDC ലിസ്റ്റിൽ നിന്ന് 41% എന്നിങ്ങനെ മാത്രമാണ് നിയമനം. സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ എങ്ങനെ നിയമന ശുപാർശ നൽകാമെന്ന് PSCയും കൈമലർത്തുന്നു. റാങ്ക് ലിസ്റ്റുകളുടെ വലുപ്പം മുൻപുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കാര്യമായി വെട്ടിക്കുറച്ച ശേഷമാണ് ഈ ദുസ്ഥിതി. കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ 13,975 പേരുണ്ടായിരുന്നെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ അതിന്റെ പകുതി പോലുമില്ല. 6,647 പേർ മാത്രം. എന്തു പ്രതിഷേധമുണ്ടായാലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാതെ സർക്കാരും PSCയും ഒത്തുകളിക്കുകയാണ് പതിവെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സർക്കാർ കരകയറിയെന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി അവകാശപ്പെട്ടെങ്കിലും നിയമനങ്ങളിലെ മെല്ലെപ്പോക്കിൽ മാറ്റമില്ല. ബെവ്കോ ലിസ്റ്റിൽ 1,619 പേർ. നിയമനം വട്ടപൂജ്യം. റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ കരാർ നിയമനവും. ബെവറേജസ് കോർപ്പറേഷനിലെ LD ക്ലർക്ക് തസ്തികയിലേക്ക് 1,619 പേരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 1 വർഷം തികഞ്ഞിട്ടും ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. പകരം കരാർ നിയമനം നടത്തുന്നുവെന്നും പരാതിയുണ്ട്. 2022 ശേഷം ബെവ്കോയിലെ ഒഴിവുകളൊന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂട്ടിക്കിടന്ന 19 ഔട്ട്ലെറ്റുകളും 3 വെയർഹൌസുകളും തുറന്നെങ്കിലും ഇവിടെയും നിയമനമില്ല. 2021 വിജ്ഞാപന വേളയിലെ 375 ഒഴിവ് 2022 പ്രാഥമിക പരീക്ഷയ്ക്ക് തൊട്ടുമുൻപ് 282 വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതിലെ പകുതി ഒഴിവുകളിൽ ആശ്രിത നിയമനത്തിനും നീക്കമുണ്ടായി. ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചാണ് നടപടികൾ മരവിപ്പിച്ചത്. പൂട്ടിയ മദ്യവിൽപ്പനശാലകൾ തുറക്കുമ്പോഴും പുതിയ വിൽപ്പനശാലകൾ ആരംഭിക്കുമ്പോഴും നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി നൽകുമെന്നായിരുന്നു നവകേരള സദസ്സിൽ ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച നിവേദനത്തിൽ ലഭിച്ച മറുപടിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനിടെ ഒരു ഭാഗത്ത് ശമ്പള വർധന തുടരുകയാണ്. KV തോമസിന്റെ യാത്രാബത്ത 11.31 ലക്ഷമാക്കാനാണ് ശുപാർശ. ഓണറേറിയം ഉൾപ്പെടെ വർഷം 30 ലക്ഷത്തോളം വരുന്ന ചെലവിനു പുറമെയാണ് ഇത്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ സർക്കാർ നീക്കം. വർഷം 5 ലക്ഷം രൂപയിൽ നിന്ന് 11.31 ലക്ഷമാക്കണമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. കഴിഞ്ഞ വർഷം ചെലവ് 6.31 ലക്ഷമായി വർദ്ധിച്ചു. ഇത് കണക്കിലെടുത്ത് വർഷം 11.31 ലക്ഷമാക്കണമെന്നാണ് ശുപാർശ. ഓണറേറിയം, ഇന്ധനച്ചെലവ് തുടങ്ങി 30 ലക്ഷത്തോളം രൂപ KV തോമസിനു വേണ്ടി വർഷം തോറും ചെലവഴിക്കുന്നതിന് പുറമെയാണിത്. മുൻഗാമി സമ്പത്തിന്റെ അതേ ആനുകൂല്യങ്ങളാണ് തനിക്കുമുള്ളതെന്നും ഓണറേറിയത്തിൽ ഒരു മാറ്റവുമില്ലെന്നും KV തോമസ് പ്രതികരിച്ചു. ഔദ്യോഗിക യാത്രയ്ക്കുള്ള ടിക്കറ്റ് സർക്കാരാണ് നൽകാറുള്ളതെന്നും അറിയിച്ചു. ശമ്പളമില്ലാതെ 16,000 എയ്ഡഡ് സ്കൂൾ അധ്യാപകർ.
സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം പോലുമില്ലാതെ വർഷങ്ങളായി നിയമനാംഗീകാരം കാത്തു കഴിയുന്നത് 16,000 അധ്യാപകർ. പണം കടം വാങ്ങിയും മറ്റും ഇവർ സ്കൂളിൽ പോകുന്നത് എന്നെങ്കിലും അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ കോടതി വിധികൾ വൈകുന്നതും സർക്കാർ തീരുമാനമെടുക്കാൻ മടിക്കുന്നതും കാരണം ഇവരുടെ അംഗീകാരം അനന്തമായി നീളുകയാണ്. 4% ഭിന്നശേഷി സംവരണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്കു മാത്രമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിര നിയമന അംഗീകാരം നൽകുന്നത്. സംവരണം നടപ്പാക്കാത്ത സ്കൂളുകളിലെ അധ്യാപകർക്ക് ദിവസവേതന അംഗീകാരം മാത്രമാണുള്ളത്. ഇതും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പിടിച്ചുവയ്ക്കുകയാണെന്നാണ് മാനേജ്മെന്റുകളുടെ ആരോപണം. പ്രശ്നം തീർക്കാനായി മന്ത്രി നേരിട്ടിറങ്ങി അദാലത്തുകൾ സംഘടിപ്പിച്ചിട്ടും പൂർണ്ണ പരിഹാരമായിട്ടില്ല. ഇനി മാതൃഭൂമിയിലെ ലീഡ് വാർത്തയിലേക്കാണ്. ഭൂമി തരം മാറ്റൽ, ഭൂവുടമകൾക്ക് തിരിച്ചടി. 25 സെന്റിൽ കൂടുതലെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ഫീസടയ്ക്കണം. ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. തരം മാറ്റാനുള്ള ഭൂമി 25 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ മുഴുവൻ സ്ഥലത്തിന്റെയും ന്യായവിലയെ അടിസ്ഥാനമാക്കി ഫീസടയ്ക്കണമെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് വിധി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 25A വകുപ്പ് പ്രകാരം തരം മാറ്റുന്ന ഭൂമി 25 സെന്റിൽ കൂടുതലാണെങ്കിൽ ആകെ സ്ഥലത്തിന്റെ ന്യായവിലയുടെ 10% ഫീസായി അടയ്ക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദമാണ് സുപ്രീംകോടതി ശരിവെച്ചത്. ഭൂമി 25 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ അധികമായി വരുന്ന സ്ഥലത്തിന്റെ ന്യായവിലയുടെ 10% മാത്രം ഫീസായി അടച്ചാൽ മതിയെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതി വിധി. ഹൈക്കോടതി ഉത്തരവ് 2023 നവംബറിൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. 1 ഏക്കർ വരെ 10%, അതിൽ കൂടുതലെങ്കിൽ 20%മാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ഫീസ്. ചെറിയ അളവിൽ ഭൂമി തരം മാറ്റുന്നവരെ ഉദ്ദേശിച്ചുള്ള ആനുകൂല്യം മറ്റുള്ളവർക്ക് നൽകാനാവില്ലെന്നാണ് സർക്കാരിന്റെ വാദം. ഇക്കാര്യം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ 2021 ഫെബ്രുവരി 25 ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 25 സെന്റിൽ കൂടുതലുള്ള ഭൂമിയുടെ ന്യായവിലയുടെ 10% ഫീസായി അടയ്ക്കാനാണ് നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. തരം മാറ്റുന്ന 36.65 സെന്റ് സ്ഥലത്തിന് 1.74 ലക്ഷം രൂപ ഫീസായി അടയ്ക്കണമെന്ന റവന്യൂ നോട്ടീസ് ചോദ്യം ചെയ്യുന്ന ഹർജിയിലായിരുന്നു ഹൈക്കോടതി 2023 ഓഗസ്റ്റ് 1 ഉത്തരവിറക്കിയത്. ഉത്തരവ് നടപ്പാക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെ കേരള ഹൈക്കോടതിയിലുള്ള കോടതി അലക്ഷ്യ നടപടികൾ സുപ്രീംകോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഇനി മാധ്യമത്തിന്റെ പ്രധാന വാർത്തയിലേക്കാണ്. വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട, ഇളവ് എന്ന സർക്കാർ തീരുമാനമാണ് മാധ്യമം ഇന്ന് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപന ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനം. കാറ്റഗറി 1 2 വിഭാഗങ്ങളിൽപ്പെടുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ അനുമതി ആവശ്യമില്ലെന്നതാണ് പ്രധാന തീരുമാനം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയാണ് നിയമത്തിൽ മാറ്റം വരുത്തുന്നതെന്ന പ്രതിപക്ഷവും എലപ്പള്ളി പഞ്ചായത്തും ആരോപിച്ചു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് തദ്ദേശമന്ത്രി MP രാജേഷ് അറിയിച്ചു. സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ നിയമങ്ങളിൽ ഭേദഗതിക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇത് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ശുപാർശയാണ് അംഗീകരിച്ചത്. ബ്രൂവറി കാറ്റഗറി 6 പെടുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റെഡ് ഓറഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതുമാണ്. അതിന് ചട്ടപ്രകാരമുള്ള ലൈസൻസും മറ്റ് അനുമതികളും ആവശ്യമാണ്. വ്യവസായ സംരംഭങ്ങൾക്ക് ഇനി ലൈസൻസ് ഫീസ് മൂലധന നിക്ഷേപം അനുസരിച്ചായിരിക്കുമെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 47 പരിഷ്കരണ നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. വ്യവസായ കാറ്റഗറികളിൽ 1 2 വിഭാഗങ്ങൾക്കാണ് ഇളവ് ബാധകമാകുക. 1 ഉൽപ്പാദന മേഖലയും 2 സേവന മേഖലയുമാണ്. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗ്രീൻ വൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മേഖലകളാണ്. ഇവയ്ക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല, രജിസ്ട്രേഷൻ മാത്രം മതി. വീടുകളിലെ ചെറുകിട സംരംഭങ്ങൾക്ക് ഇനി ലൈസൻസോടെ പ്രവർത്തിക്കാം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽപ്പെടുന്ന സംരംഭങ്ങൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ഉപയോഗ സ്വഭാവം കണക്കാക്കാതെ ലൈസൻസ് നൽകാൻ ഭേദഗതി കൊണ്ടുവരും.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി 47 പരിഷ്കാരങ്ങളാണ് ഭേദഗതി ചെയ്യുന്നത്. വീടുകളിൽ പ്രവർത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങൾക്കും മറ്റു വാണിജ്യ സേവന പ്രവർത്തനങ്ങൾക്കും നിലവിൽ ലൈസൻസ് നൽകാൻ വ്യവസ്ഥയില്ല. ഈ രീതിക്കാണ് മാറ്റം വരുന്നത്. സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പ, GST, രജിസ്ട്രേഷൻ എന്നിവ കിട്ടാനുള്ളതിലെ ബുദ്ധിമുട്ടും ഇതോടെ പരിഹരിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC 498A നിലനിൽക്കും. ന്യൂഡൽഹി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A പ്രകാരമുള്ള കുറ്റത്തിന് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കണമെന്ന് നിബന്ധനയില്ലെന്ന് സുപ്രീംകോടതി. മാനസികമോ ശാരീരികമോ ആയ പീഡനം ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ സ്ത്രീക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ വകുപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം വിവാഹിതരായ സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായ ക്രൂരതകളിൽ നിന്ന് സംരക്ഷണം നൽകലാണെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കേസ് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തന്നെ മർദ്ദിച്ചുവെന്ന സ്ത്രീയുടെ പരാതിയിൽ അവരുടെ ഭർത്താവിനും ഭർത്താവിന്റെ ബന്ധുക്കൾക്കുമെതിരെ IPC 498A വകുപ്പ് പ്രകാരം കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സുപ്രീംകോടതിയിലെത്തിയത്. പ്രതികളുടെ പരാതിയിൽ ഹൈക്കോടതി കേസ് റദ്ദാക്കിയിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടി. IPC 498A പറഞ്ഞ കുറ്റകൃത്യങ്ങൾ നിലവിലെ BNS 85-86 വകുപ്പുകളിലാണ്. രേഖ ഗുപ്ത അധികാരമേറ്റു. കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റു. രാജ്യതലസ്ഥാനത്തെ 9ാമത് മുഖ്യമന്ത്രിയും 4ാം വനിതാ മുഖ്യമന്ത്രിയുമായി രേഖാ ഗുപ്തയും 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങ് രാംലീല മൈതാനത്തായിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ PK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്ത നിയമസഭാ സ്പീക്കറാകും. ഉപമുഖ്യമന്ത്രിയില്ല. പർവേഷ് വർമ്മ, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദ്രകുമാർ ഇന്ദ്രജ്, കപിൽ മിശ്ര, ആശിഷ് സൂദ്, പങ്കജ് കുമാർ സിംഗ് എന്നിവരാണ് മന്ത്രിമാർ. ക്ഷേമ പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ചു. ഫെബ്രുവരിയിൽ ക്ഷേമ പെൻഷൻ നൽകാനായി 812 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യും. ഏകദേശം 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം ലഭിക്കും. കൂടുതൽ ഇന്ത്യക്കാരെ മടക്കിവിടും. വിമാനങ്ങൾ അയക്കാൻ ആലോചന. ന്യൂഡൽഹി. US നിന്ന് മടക്കി അയക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ യാത്രാവിമാനങ്ങൾ അയക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. എയർ ഇന്ത്യ, US വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ് എന്നിവയുമായി വിദേശ മന്ത്രാലയ പ്രതിനിധികൾ ചർച്ച നടത്തിയെന്നാണ് വിവരം. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഇനിയും നാടുകടത്തുമെന്നതിനാലാണ് വരുന്ന 3 മാസം വിമാനങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. US നിന്ന് നാടുകടത്തി പനാമയിലും കോസ്റ്ററിക്കയിലും എത്തിച്ച ഇന്ത്യക്കാർക്ക് എംബസി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി തുടങ്ങി. ഇരു രാജ്യങ്ങളിലും എത്തിച്ച കുടിയേറ്റക്കാരിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ നാട്ടിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലാത്ത 100ഓളം പേരെ ഹോട്ടലിൽ നിന്ന് വനമേഖലയായ ദാരിയൻ പ്രവിശ്യയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് പനാമ സർക്കാർ അറിയിച്ചു. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ന്യൂമോണിയ ബാധിച്ച് 7 ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കസേരയിലിരുന്ന് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടി ഇന്ന് തുടങ്ങും. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വെള്ളിയാഴ്ച തിരിതെളിയും. 2 ദിവസങ്ങളിലായി ഗ്രാൻഡ് ഹയാത്ത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷനാകും. 50 കോടി രൂപയിലേറെ മുതൽ മുടക്കുള്ള ഒട്ടേറെ പദ്ധതികൾ അവതരിപ്പിക്കപ്പെടും. സ്വകാര്യ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന സർക്കാർ പദ്ധതികളും നിക്ഷേപകർക്കു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി, UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ
എം എ യൂസഫ് അലി, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. സ്വർണ്ണവില പവന് 64,500 കടന്നു. സ്വർണത്തിന് വീണ്ടും റെക്കോർഡ് വില. 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. വ്യാഴാഴ്ച ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 8,070 പവന് 280 രൂപ വർദ്ധിച്ച് 64,560 രൂപയുമായി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5% GSTയും ഉൾപ്പെടെ സംസ്ഥാനത്ത് 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 70,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടിവരും. ഫെബ്രുവരി 11-നാണ് അവസാനമായി സ്വർണത്തിന് റെക്കോർഡ് വില രേഖപ്പെടുത്തിയത്. അന്ന് ഗ്രാമിന് 80,060 രൂപയും പവന് 64,480 രൂപയുമായിരുന്നു. ഈ വർഷം മാത്രം വില യഥാക്രമം 615 രൂപയും 4,960 രൂപയുമാണ് വർദ്ധിച്ചത്. അമേരിക്കയിൽ അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതുമാണ് വിലക്കുതിപ്പിന് കാരണം. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും രൂപയുടെ വിനിമയത്തിലെ ഇടിവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന് $2,942, രൂപയുടെ വിനിമയ നിരക്ക് 86.81. 24 കാരറ്റ് സ്വർണം കിലോയ്ക്ക് ബാങ്ക് നിരക്ക് 89 ലക്ഷം കടന്നു. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,640 രൂപയും വെള്ളിവില 108 രൂപയുമായി ഉയർന്നു. സംയുക്ത പ്രമേയം പാസാക്കി കൺവെൻഷൻ. UGC കരട് റെഗുലേഷൻ പിൻവലിക്കണം. പ്രതിപക്ഷ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ കാണും. തിരുവനന്തപുരം. ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെ ഗുരുതരമായി വെട്ടിച്ചുരുക്കുന്നതും നിയമത്തിന്റെ പരിധി ലംഘിക്കുന്നതുമാണ് UGCയുടെ 2025 കരട് റെഗുലേഷനെന്നും അത് അടിയന്തരമായി പിൻവലിക്കണമെന്നും കേരളം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ സംയുക്ത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും കാണാനും പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്ത കൺവെൻഷൻ തീരുമാനിച്ചു. സംസ്ഥാന സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരുകളുടെ അവകാശം ഇല്ലാതാക്കിയും കേന്ദ്ര നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലുള്ള UGC റെഗുലേഷനെതിരെ കർണാടക സർക്കാർ ബാംഗ്ലൂരുവിൽ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ തുടർച്ചയായാണ് കേരളവും ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തെലങ്കാന സർക്കാർ ഹൈദരാബാദിൽ വിവിധ സംസ്ഥാന മന്ത്രിമാരെ പങ്കെടുപ്പിച്ച് പരിപാടി സംഘടിപ്പിക്കുമെന്ന് ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്ത തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക മല്ലു പ്രഖ്യാപിച്ചു. തമിഴ്നാടും ദേശീയ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗോവി ചെഴിയാനും അറിയിച്ചു. ചാൻസലർ സർവകലാശാല ഭരിക്കുന്നതിനെയല്ല, ഗവർണർമാരിലൂടെ BJP അജണ്ട നടപ്പാക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്ന് കർണാടക മന്ത്രി MC സുധാകർ വ്യക്തമാക്കി. കരട് റെഗുലേഷനെതിരെ ഒന്നിച്ചു നീങ്ങാനും കൺവെൻഷൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഗവർണർമാർ രാഷ്ട്രീയ കളി തുടരുന്നു. മുഖ്യമന്ത്രി. UGC കരട് റെഗുലേഷനെതിരെ വിവിധ സംസ്ഥാന മന്ത്രിമാരെ പങ്കെടുപ്പിച്ച് ദേശീയ കൺവെൻഷൻ. തീ കൊണ്ട് കളിക്കുകയാണെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിട്ടും ഗവർണർമാർ അവരുടെ യജമാനന്മാരുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ കളി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് റെഗുലേഷനെതിരെ വിവിധ സംസ്ഥാന മന്ത്രിമാരെ പങ്കെടുപ്പിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാൻസലർമാർ രാഷ്ട്രീയ യജമാനന്മാരുടെ ഇംഗിതത്തിനനുസൃതമായി പ്രവർത്തിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങളും ചട്ടങ്ങളും അവഗണിക്കുന്നു. സംസ്ഥാന ധനസഹായത്തോടെയുള്ള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരുകളോട് ആലോചിക്കുന്നതിന് പകരം ഗവർണർമാർ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുകയാണ്. UGCയുടെ കരട് റെഗുലേഷൻ ഗവർണർമാരുടെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തും. കേരളത്തിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭയുടെ സ്വയംഭരണാധികാരത്തിൽ ഇടപെട്ട് ഗവർണർമാർ തങ്ങളുടെ ഭരണഘടനാപരമായ അധികാരം മറികടക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് അനിശ്ചിതമായി വൈകിയപ്പോഴാണ് തീ കൊണ്ട് കളിക്കുകയാണെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയത്. അക്കാഡമിക് പശ്ചാത്തലമില്ലാതെ സ്വകാര്യ മേഖലയിൽ നിന്നുപോലും VCമാരെ നിയമിക്കുന്ന സമീപനം ഉന്നത വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാനുള്ള ശ്രമമായി കാണണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യ മൂല്യങ്ങളെ തുരങ്കം വയ്ക്കാനും മേഖലയെ
മതപരവും സമുദായികവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ നിയന്ത്രണത്തിലാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി കരട് റെഗുലേഷനെ കാണാനാകൂവെന്നും ഇത് പാസാക്കാൻ അനുവദിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാതിവില തട്ടിപ്പ്, ഇഡിയും ക്രൈംബ്രാഞ്ചും ഒപ്പത്തിനൊപ്പം. ആനന്ദകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പാതിവില തട്ടിപ്പിലെ സൂത്രധാരനെന്ന് സംശയിക്കുന്ന സായിഗ്രാമം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും NGO കോൺഫെഡറേഷൻ ചെയർമാനുമായ KL ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആനന്ദകുമാറിന്റെ സ്ഥാപനങ്ങളിലും വീടുകളിലും നടത്തിയ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അനന്തു കൃഷ്ണനിൽ നിന്ന് 2 കോടിയിലേറെ രൂപ സായിഗ്രാം സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മാസം 10 ലക്ഷം വീതം നൽകിയിട്ടുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സംഭാവന തുകയും കേസിന്റെ പരിധിയിൽ വരും. അതിനാലാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ. ആ പണം ഉപയോഗിച്ചു വാങ്ങിയ സ്വത്ത് മരവിപ്പിക്കും. ഇത്തരത്തിൽ ലഭിച്ച പണവും സർക്കാരിന്റെ അന്വേഷണ ചെലവും തിരികെ നൽകിയാൽ മാത്രമേ ജയിൽവാസം ഉൾപ്പെടെ മറ്റ് നടപടികളിൽ നിന്ന് ഒഴിവാക്കാനാകൂ. അനന്തു കൃഷ്ണൻ പറവൂരിലെ ജനസേവാ സമിതി കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൽസന്റ് എന്നിവരുടെ അക്കൗണ്ട് ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. അതേസമയം പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾക്കായി ഇ-കൊമേഴ്സ് സൈറ്റ് തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വിമൺ ഓൺ വീൽസ് എന്ന പേരിൽ ആരംഭിച്ച സൈറ്റിന്റെ ഭാഗമായി ഇ-പേയ്മെന്റുകൾ നടത്താനും ചില ഓൺലൈൻ ഏജൻസികളുമായി കരാറുണ്ടാക്കിയിരുന്നു. പദ്ധതിയുടെ മറവിൽ കോടികളുടെ ഇടപാടുകൾ നടന്നത് അനന്തു കൃഷ്ണന്റെ 20-ൽ പരം അക്കൗണ്ടുകളിലൂടെയാണ്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച് വിവരങ്ങളും ഇഡി ശേഖരിച്ചിട്ടുണ്ട്. പാതിവിലയ്ക്കു പുറമെ ഓരോ സ്കൂട്ടറിനും 5000-7000 രൂപ വരെ അനന്തു കൃഷ്ണന് കമ്മീഷൻ ലഭിച്ചതായി ഇഡി കണ്ടെത്തി. ഈ ഇനത്തിൽ ലഭിച്ച 7.5 കോടിയോളം രൂപയിൽ നിന്നാണ് ആനന്ദകുമാറിനുൾപ്പെടെ സംഭാവന നൽകിയത്. പലയിടങ്ങളിലും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയതായി അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കേസായതിനാൽ പണം സംഭാവന നൽകിയ രാഷ്ട്രീയ നേതാക്കളും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഇഡി സീൽ ചെയ്തു. പാതിവില ഇരുചക്രവാഹന വിതരണ തട്ടിപ്പ് കേസിൽ കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീബ സുരേഷിന്റെ വീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് വ്യാഴാഴ്ച രാവിലെ കുമളി 1-ാം മൈലിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷീബയുടെ അസാന്നിധ്യത്തിൽ പരിശോധന നടത്തിയ ശേഷം വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് സംഭവം പുറത്തുവരും മുൻപ് വിദേശത്തേക്ക് പോയ ഷീബ സുരേഷ് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അതൃപ്തി മാറാതെ തരൂർ. ആവശ്യങ്ങളുമായി തരൂർ ഉറപ്പു നൽകാതെ രാഹുൽ. തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയെന്ന സൂചനകൾ പുറത്തുവന്നെങ്കിലും ചർച്ചയിൽ പുരോഗതി ഉണ്ടായില്ലെന്ന പരിഭവത്തിലാണ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ വ്യക്തമായ റോൾ നൽകണമെന്ന് കാണിച്ച് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് ആവർത്തിച്ച രാഹുൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിലടക്കം പാർട്ടി ലൈനിൽ ഉറച്ചു നിൽക്കണമെന്ന് തരൂരിനോട് ആവശ്യപ്പെട്ടു. സംഘടനയിൽ എന്തു റോളാണ് ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെയും ദേശീയ ചുമതല നൽകണമെന്നായിരുന്നു തരൂരിന്റെ മറുപടി. വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ വളർന്നുവന്നവരെയാണ് ആ പദവികളിലേക്ക് പരിഗണിക്കുകയെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ തരൂരിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞു. അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് തരൂർ ആവർത്തിച്ചത്. ലോക്സഭയിൽ പാർലമെന്റ് പാർട്ടികളുടെ നേതൃത്വത്തിന് താൻ യോഗ്യനായിരുന്നെങ്കിലും രാഹുലാണ് ആ പദവിയിലേക്ക് വന്നത്. പാർലമെന്റിലെ സംവാദങ്ങളിലും പ്രസംഗങ്ങളിലും തനിക്കുള്ള കഴിവ് പാർട്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. ഇനി അതല്ല കേരളത്തിൽ കേന്ദ്രീകരിക്കണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായമെങ്കിൽ അവിടുത്തെ റോൾ വ്യക്തമാക്കണമെന്ന് തരൂർ അഭ്യർത്ഥിച്ചു. ആരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമോ എന്ന ചോദ്യത്തോട് അങ്ങനെയുണ്ടാവില്ലെന്ന് രാഹുൽ മറുപടി നൽകി. അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലുള്ള അതൃപ്തിയും തരൂർ അറിയിച്ചു. മദ്യപ്ലാന്റ് മുന്നണിയിൽ കാൽ വഴുതി CPI. തിരുവനന്തപുരം. എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടു പോകാൻ LDF തീരുമാനിച്ചതോടെ പാർട്ടിക്കുള്ളിൽ ഉത്തരം പറയേണ്ട ബാധ്യതയിൽ CPI നേതൃത്വം.
CPIയുടെ 2 നിർവാഹക സമിതി യോഗങ്ങളും മദ്യപ്ലാന്റിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതേ നിർവാഹക സമിതി യോഗം നടന്ന MN സ്മാരകത്തിലെ ഹാളിൽ തന്നെ LDF യോഗത്തിൽ ആ എതിർപ്പ് CPIക്ക് വിഴുങ്ങേണ്ടി വന്നു. CPI എതിർപ്പ് പറഞ്ഞാൽ അത് വകവയ്ക്കാതെ ഉടൻ തീരുമാനമെടുക്കുന്ന ശൈലി LDF സ്വീകരിക്കാറില്ല. അവരെ വിശ്വാസത്തിലെടുത്താണ് തീരുമാനമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമെങ്കിലും CPM നടത്താറുണ്ട്. ഇത്തവണ മദ്യപ്ലാന്റിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉചിതമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശക്തമായി വാദിച്ചെങ്കിലും മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. പാർട്ടിക്കിടയിലെ ഭിന്നതകൾ LDF യോഗത്തിലേക്ക് പോകാതെ പരസ്പരം സംസാരിച്ച് ധാരണ ഉണ്ടാക്കുന്ന രീതി ഇക്കാര്യത്തിലുണ്ടായില്ല. CPMന്റെ വാദഗതികൾ അംഗീകരിച്ച് പിൻവാങ്ങുകയല്ല CPI ചെയ്തത്. മറിച്ച് വിയോജിപ്പ് നിലനിൽക്കെ തന്നെയുള്ള കീഴടങ്ങലാണ് സംഭവിച്ചത്. ഞങ്ങൾ ചർച്ച ചെയ്യും, പക്ഷേ തീരുമാനം മാറ്റില്ല എന്ന CPM നിലപാട് വിജയിച്ചു. പാർട്ടി നിർവാഹക സമിതിയുടെ തീരുമാനമായതിനാൽ വീണ്ടും ചർച്ച ചെയ്യണമെന്നും അതിനുശേഷമേ മുന്നണി തീരുമാനിക്കാവൂ എന്നുമുള്ള ആവശ്യം CPI പ്രതിനിധികൾക്ക് യോഗത്തിൽ ഉന്നയിക്കാമായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. മദ്യശാലയ്ക്ക് അനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചപ്പോൾ വേണ്ടവിധം എതിർത്തില്ലെന്ന് മന്ത്രിമാരെ കുറ്റപ്പെടുത്തിയ നേതൃത്വമാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ടിരുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടെ നേതൃത്വത്തിന് ഇത് അസുഖകരമായ സംഭവവികാസങ്ങളാണ്. പ്ലാന്റിനോടുള്ള വിയോജിപ്പ് പുറത്തു നിലനിർത്തി മുന്നോട്ടു പോകുകയാണ് CPIക്ക് മുന്നിലെ വഴി. ആ സൂചനയല്ല നേതൃത്വം ഇന്നലെ നൽകിയത്. CPIയുടെ ആവശ്യം CPM അംഗീകരിക്കാത്തതിന് മാധ്യമങ്ങളെയാണ് നേതൃത്വം പഴിച്ചത്. GCC യോഗം ഇന്ന്. ഗസ പുനർനിർമ്മാണം അജണ്ട. ഗസ വിഷയത്തിൽ GCC രാജ്യങ്ങളുടെ യോഗം വെള്ളിയാഴ്ച സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടക്കും. ഇത്തവണ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം ജോർഡൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങൾ. മാർച്ചിൽ നടക്കാനിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനുള്ള പ്രധാന അജണ്ടകളായിരിക്കും GCC യോഗത്തിന്റെ മുഖ്യ ചർച്ച. പലസ്തീൻ പുനർനിർമ്മാണത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതി GCC യോഗം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ഫലസ്തീനികളെ ഗസയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അന്താരാഷ്ട്ര നിർമ്മാണ കമ്പനികളുടെ സഹായത്തോടെ പുനർനിർമ്മിക്കാനാണ് ഈജിപ്ത് പദ്ധതി തയ്യാറാക്കിയത്. ഫലസ്തീനികളെ വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റി ഗസ ഏറ്റെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് GCC യോഗം ചേരുന്നത്. ട്രംപിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്ത ഇസ്രായേൽ ഫലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനം അറബ്, യൂറോപ്യൻ രാജ്യങ്ങൾ തള്ളുകയാണുണ്ടായത്. 4 ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ കൈമാറി ഹമാസ്. കൈമാറിയത് മാതാവിന്റെയും 2 കുട്ടികളുടെയും വയോധികന്റെയും മൃതദേഹങ്ങൾ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 4 ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി. മാതാവിന്റെയും 2 കുട്ടികളുടെയും 83കാരന്റെയും മൃതദേഹങ്ങളാണ് വ്യാഴാഴ്ച കൈമാറിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ ബന്ദികളായ 4 പേരും ഇവരുടെ കാവൽക്കാരും കൊല്ലപ്പെട്ടിരുന്നുവെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ബന്ദിയാക്കുമ്പോൾ ഒരു കുഞ്ഞിന് 9 മാസവും സഹോദരന് 4 വയസ്സുമായിരുന്നു പ്രായം. ഗസ മുനമ്പിൽ നിരവധി ഹമാസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് റെഡ് ക്രോസ് പ്രതിനിധികൾക്ക് മൃതദേഹങ്ങൾ കൈമാറിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ രക്തരക്ഷസായി ചിത്രീകരിച്ച ബാനർ ഉൾപ്പെടെ ഇവിടെ ഉയർത്തിയിരുന്നു. മൃതദേഹങ്ങൾ ലഭിച്ചതായി പിന്നീട് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. DNA പരിശോധനയ്ക്ക് ശേഷം 2 ദിവസത്തിനകം മൃതദേഹങ്ങൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. പതിവിൽ നിന്ന് വിപരീതമായി മൃതദേഹങ്ങൾ കൈമാറുന്നത് ഇസ്രായേൽ ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നില്ല. ഇസ്രായേലികളെ കൈമാറുമ്പോൾ തെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ 100 കണക്കിന് ആളുകൾ വലിയ സ്ക്രീനിൽ തത്സമയം കാണാൻ എത്താറുണ്ടായിരുന്നു. ഇവിടെ 4 പേരുടെയും ചിത്രങ്ങളും വീഡിയോയുമാണ് പ്രദർശിപ്പിച്ചത്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പിതാവിനെ 16 മാസത്തിനു ശേഷം ഈ മാസം ഹമാസ് കൈമാറിയിരുന്നു. 30 കുട്ടികൾ ഉൾപ്പെടെ 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇവരിൽ പകുതിയിലേറെ പേരെ കൈമാറി. ശനിയാഴ്ച 6 ഇസ്രായേലികളെയും അടുത്തയാഴ്ച 4 മൃതദേഹങ്ങളും ഹമാസ് കൈമാറും. കുടിയേറ്റക്കാർക്കുള്ള ആനുകൂല്യം അവസാനിപ്പിച്ച് ട്രംപ്.
ചില കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് ലഭിച്ചിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും തടയുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ നടപടി. നികുതിദായകർക്കുള്ള ഒരു ആനുകൂല്യവും നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്ക് നൽകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. നിലവിൽ നിയമവിരുദ്ധമായി കഴിയുന്നവർക്ക് അടിയന്തര വൈദ്യ പരിചരണം ഒഴികെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. കുടിയേറ്റ നില പരിഗണിക്കാതെ തന്നെ കുട്ടികൾക്ക് സൗജന്യ പൊതുവിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.